മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യോഗയെ നെഞ്ചിലേറ്റി ലോകം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വിപുലമായ പരിപാടികൾ. ഇടമലക്കുടിയിലെ കുരുന്നുകൾ ആദ്യമായി യോഗ പരിശീലനം നടത്തി. പഠനത്തോടൊപ്പം യോഗ പരിശീലനവും തുടരുമെന്ന അധ്യാപകർ. സർക്കാർ സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇന്ത്യയിലെ 100 മികച്ച കോളേജുകളിൽ 16 കേരളത്തിലെന്നും മന്ത്രി. അഴിമതി ആരോപണത്തെ തുടർന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബനേഷ് ഖാനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പരാതിയിലാണ് നടപടി. അടിമാലി ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷം. ടൗണിലെ സെന്റർ ജംഗ്ഷനിൽ രാത്രികാലത്ത് കൂട്ടമായി നടക്കുന്ന തെരുവു നായ്ക്കൾ വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഭീഷണിയായി മാറുന്നു. വിശദമായ വാർത്തകളിലേക്ക്. യോഗയെ നെഞ്ചിലേറ്റി ലോകം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വിപുലമായ പരിപാടികൾ. ജീവിതത്തിൽ ആദ്യമായി യോഗ പരിശീലനത്തിൽ പങ്കെടുത്ത ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിലെ കുട്ടികൾ. പ്രധാനാധ്യാപകൻ ഷിബു KVയുടെ നേതൃത്വത്തിലാണ് കുട്ടികൾ പരിശീലനം നൽകിയത്. യോഗാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചതെങ്കിലും കുട്ടികളുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനും പഠന നിലവാരം ഉയർത്തുന്നതിനും ഇവിടുത്തെ കുട്ടികൾക്ക് യോഗ പരിശീലനം തുടർന്ന് നൽകാനാണ് തീരുമാനം. ആരോഗ്യമുള്ള ശരീരം മാത്രമല്ല, ആരോഗ്യമുള്ള മനസ്സും യോഗ പരിശീലനത്തിലൂടെ സ്വന്തമാക്കാൻ കഴിയും. കുട്ടികളിൽ പഠന നിലവാരം ഉയർത്താൻ ഇത് ഏറെ സഹായകരമാണെന്നാണ് ഇടമലക്കുടി ട്രൈബൽ LP സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഷിബു KV പറയുന്നത്.
യോഗ പരിശീലനത്തിലൂടെ മനസ്സ് ഏകാഗ്രമാക്കി പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും. ഇത് പഠന നിലവാരം ഉയർത്താൻ ഏറെ സഹായകരമാകുമെന്നും അദ്ദേഹം പറയുന്നു. അതിന്റെ തുടക്കമെന്നോണമാണ് ഈ യോഗാ ദിനത്തിൽ സ്കൂളിലെ കുട്ടികൾക്കായി യോഗാ പരിശീലനം ആരംഭിച്ചത്. ആദ്യമായിട്ടാണ് കുട്ടികൾ യോഗയെ അടുത്തറിയുന്നത്. വ്യത്യസ്തമായ യോഗാമുറകൾ കുട്ടികൾക്കും കൗതുകമായിരുന്നു. യോഗ പരിശീലിക്കുന്നതിന് കുട്ടികൾക്ക് ഏറെ താല്പര്യമുണ്ടെന്നും പരിശീലനം തുടർന്ന് കൊണ്ടുപോകുമെന്നും അധ്യാപകർ പറഞ്ഞു. പ്രധാന അധ്യാപകൻ ഷിബു KV, അധ്യാപകനായ ഹാരിഷ് ചെറിയാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗാ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. സിറ്റി വിഷൻ, ഇടമലക്കുടി. വിദ്യാർത്ഥികളെ യോഗാ ദിനചര്യയുടെ ഭാഗമാക്കാൻ ആഹ്വാനം ചെയ്ത് NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. 500ഓളം വിദ്യാർത്ഥികളാണ് യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുത്ത് യോഗാസന മുറകൾ അവതരിപ്പിച്ചത്. യോഗ ദിനചര്യയുടെ ഭാഗമാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. കുട്ടികൾ മൊബൈൽ ഫോണുകളിലും നവമാധ്യമങ്ങളിലും സജീവമാകുമ്പോൾ അലസതയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ യോഗ പരിശീലനം ഏറ്റവും നല്ല മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞാണ് കുട്ടികൾക്കായി യോഗ ദിനചര്യയുടെ ഭാഗമാക്കി പരിശീലിക്കാൻ നിർദ്ദേശം നൽകി NRCT SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ യോഗ ദിനാചരണം സംഘടിപ്പിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 500 വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. NCC ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ജൂനിയർ റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു യോഗാ ദിനം സംഘടിപ്പിച്ച യോഗ അവതരിപ്പിച്ചത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ഈ മാനസിക ഉല്ലാസവും അതുപോലെ എല്ലാ കാര്യത്തിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാം ഒരു ചടങ്ങിൽ യോഗ ട്രെയിനർ പ്രിൻസ് മാത്യുവിനെ ആദരിച്ചു. സ്കൂൾ മാനേജർ ജെയിൻ KP അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി രതീഷ് കുമാർ, അധ്യാപകരായ സുനിൽ കുമാർ, A ജോസ്മി, രാജി, അനസ്, ആതിര, രേഷ്മ, ഷീന, ജിനു, അക്ഷയ, അനീഷ് മോൻ, സുനോജ്, സുജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി. യോഗയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് കൂടുതലായി എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം കുട്ടികളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിൽ യോഗാ ദിനാചരണം ഒരുക്കിയത്. ദിനാചരണത്തിന്റെ ഭാഗമായി ഒരുക്കിയ വിവിധ പരിപാടികളിൽ വിദ്യാർത്ഥികൾ പങ്കുചേർന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സന്ദേശം നൽകി. നമ്മളെ കുറിച്ച് നല്ല അവയർനെസ് കിട്ടുവാനായിട്ട് ഉള്ള നല്ല ഒരു മെഡിറ്റേഷന്റെ മാർഗമാണ് യോഗ. അതിന് പല പോസ്റ്റേഴ്സും നമ്മുടെ ശരീരത്തിന് നല്ലൊരു മെയ്വഴക്കം ലഭിക്കുന്നു, മനസ്സിനെ കാമാക്കുന്നു, നല്ല ഏകാഗ്രത നമുക്കുണ്ടാക്കുന്നു, അതുപോലെ തന്നെ നല്ല ഒരു സെൽഫ് റിയലൈസേഷൻ നമ്മളെ കുറിച്ച് കിട്ടുവാനായിട്ടും ഈ യോഗ നല്ല കാര്യം. ജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം കണക്കിലെടുത്ത സ്കൂളിൽ കുട്ടികൾക്ക് യോഗ പരിശീലനം നൽകി വരുന്നുണ്ട്. സ്കൂളിലെ അധ്യാപകനും യോഗ പരിശീലകനുമായ അജയ് ശശിധരനാണ് വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകുന്നത്. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിച്ച യോഗാ നൃത്തം വ്യത്യസ്തത പുലർത്തി. പരിപാടിക്ക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിയോ ജോസ്, അധ്യാപകരായ ആശ മാർക്കോസ്, മഞ്ജു PG എന്നിവർ നേതൃത്വം നൽകി.
ഏറെ സന്തോഷത്തോടെയായിരുന്നു കുട്ടികൾ യോഗാ ദിനാചരണ പരിപാടികളിൽ പങ്കുചേർന്നത്. സിറ്റി വിഷൻ, അടിമാലി. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് BJP ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു. മൂന്നാറിൽ നടന്ന പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറി അളകർ രാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗ ലോകമാകെ ഏറ്റെടുക്കുമ്പോൾ അത് ഭാരതത്തിന് അഭിമാനമായി മാറുകയാണെന്നും അതിനാൽ യോഗ എല്ലാവരും ജീവിതത്തിന്റെ ഭാഗമാക്കി ആരോഗ്യമുള്ളവരായി തീരണമെന്ന സന്ദേശം പകർന്നാണ് മൂന്നാറിൽ BJP ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. പ്രശ്നങ്ങളിൽ மக்களுக்கு எடுத்துக்காட்டக்கூடிய நம்முடைய அருமை சகோதரர் தினேஷ் அவர்களுக்கு நம்முடைய இடுக்கி கவர்மெண்ட் கம்பெனியுடைய சார்பில் அவர் செய்யக்கூடிய இந்த செயலை பாராட்டி நம்முடைய இடுக்கி மாவட்டத்துடைய ஜெனரல் செக்ரட்டரி அழகர் அவர்களுக்கு പരിപാടികൾക്ക് BJP ദേവികുളം മണ്ഡലം പ്രസിഡന്റ് PP മുരുകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അളകർ രാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK മോഹനൻ, B മനോജ് കുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി കളവാനി അയ്യപ്പൻ, S കാന്തകുമാർ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, മൂന്നാർ. സർക്കാർ സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. 16-ാം ഖണ്ഡം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും മികച്ച സൗകര്യങ്ങളാണ് സർക്കാർ ഏർപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ 100 മികച്ച കോളേജുകളിൽ 16 എണ്ണം കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. സ്കൂൾ ഗ്രൗണ്ടിനോട് ചേർന്ന് ഇരുനിലകളിലായി ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി ക്ലാസ് മുറികൾ, ലാബ്, ടോയ്ലറ്റ്, ഭിന്നശേഷി കുട്ടികൾക്കായുള്ള പ്രത്യേക ടോയ്ലറ്റ് തുടങ്ങിയവയാണ് 16-ാം ഖണ്ഡം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്നത്. 1.5 കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യവും കായികക്ഷമതയും മെച്ചപ്പെടുത്തും. സർക്കാർ സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അപ്പം നമ്മുടെ നാടിൻ്റെ വളർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇതൊക്കെ. നമുക്ക് ആഘോഷവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതാണ്. ഉന്നതമായ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയുന്നൊരു സ്ഥിതി ഇന്ന് കേരളത്തിലുണ്ടായിട്ടില്ലേ. മികച്ച വിദ്യാഭ്യാസമാണ്. നമ്മുടെ സർവകലാശാലകളും കോളേജുകളും അത്രത്തോളം ഉയർന്ന നിലവാരം പുലർത്തുക. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർണാംകുന്നേൽ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KG സത്യൻ തുടങ്ങിയ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. അഴിമതി ആരോപണത്തെ തുടർന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബനേഷ് ഖാനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടേതാണ് നടപടി. സെക്രട്ടറിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി തൊഴിലുറപ്പ് പദ്ധതിയിലും മറ്റു പദ്ധതികളിലുമായി അഴിമതി നടത്തിയത് ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ വിധേയമായി ഗണേഷ് ഖാനെ സസ്പെൻഡ് ചെയ്തത്. ചിന്നക്കനാൽ മുൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്ന ബനേഷ് ഖാൻ സെക്രട്ടറിയുടെ അധിക ചുമതല നൽകിയിരുന്നു. പഞ്ചായത്തിന്റെ പദ്ധതി അനുസരിച്ച് വാങ്ങിയവയ്ക്ക് ഈ ടെൻഡർ സ്വീകരിച്ചിരുന്നില്ല. 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് പോലും കൊട്ടേഷൻ ആയിരുന്നു ക്ഷണിച്ചിരുന്നത്. ലഭിച്ച കൊട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വയ്ക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല. സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ, മിനി ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കായി വാങ്ങിയത് നിലവാരം കുറഞ്ഞ ഉപകരണങ്ങളാണ്. മാത്രവുമല്ല 500% അധിക നിരക്കിലുമാണ് സാധനങ്ങൾ വാങ്ങിയത്.
ഇത്തരത്തിൽ ഇയാൾ നടത്തിയ അഴിമതി അക്കമിട്ടു നിരത്തി പദ്ധതിയുടെ പട്ടിക സഹിതം പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ബനേഷ് ഖാനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. അതേസമയം അഴിമതി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിനും അഴിമതിയിൽ പങ്കുണ്ടെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. എന്നാൽ കോൺഗ്രസിന്റെ ആരോപണം രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമെന്ന് തെളിഞ്ഞെന്നും തന്റെ പരാതിയിലാണ് നടപടിയെന്ന് ഉത്തരവിൽ വ്യക്തമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പറഞ്ഞു. കോൺഗ്രസ് പഞ്ചായത്ത് ഇലക്ഷന്റെ മുന്നിൽ കണ്ടുകൊണ്ട് നിരവധി പ്രാവശ്യം ഇതുപോലെ പഞ്ചായത്തിനെതിരെയും എനിക്കെതിരെയും ആക്ഷേപവും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ കൊടുത്ത പരാതിയിലാണ് സെക്രട്ടറിക്ക് ഇപ്പോൾ ഈ നടപടികൾ. പഞ്ചായത്തിൽ ഒരു വിധത്തിലുമുള്ള അഴിമതി അനുവദിക്കില്ലെന്നും അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്നും ശ്രീകുമാർ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. അടിമാലി ടൗണിൽ തെരുവുനായ ശല്യം വർദ്ധിക്കുന്നു. രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂട്ടമായി ഇറങ്ങുന്ന തെരുവുനായ്ക്കൾ ടൗണിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. ടൗണിലെ സെന്റർ ജംഗ്ഷനിൽ രാത്രികാലത്ത് കൂട്ടമായി നടക്കുന്ന തെരുവുനായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനട യാത്രികർക്ക് നേരെ കുരച്ചു ചാടുന്നതുമൊക്കെ പതിവാവുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെന്ന പോലെ അടിമാലി ടൗണിലും തെരുവുനായ ശല്യം വർദ്ധിക്കുകയാണ്. രാത്രികാലത്താണ് നായശല്യം രൂക്ഷമായിട്ടുള്ളത്. രാത്രികാലത്ത് ടൗണിൽ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്നത് സെന്റർ ജംഗ്ഷൻ ഭാഗത്താണ്. ദീർഘദൂര ബസ് കാത്തു നിൽക്കുന്നവരും ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് കൂട്ടിരിപ്പുകാരായി ഉള്ളവരുമൊക്കെയാണ് ഇവിടേക്ക് കൂടുതലായി എത്തുന്നത്. രാത്രികാലത്ത് സെന്റർ ജംഗ്ഷൻ ഭാഗത്ത് തമ്പടിക്കുന്ന തെരുവുനായ്ക്കൾ ആളുകൾക്ക് ഭീഷണി ഉയർത്തുന്നു. ടൗണിലെ തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവരുടെ ഇടപെടൽ വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി ആവശ്യപ്പെട്ടു. അടിമാലി ടൗണിലും പേവിഷബാധയ്ക്കുള്ള ഭീഷണി ഉയർത്തിക്കൊണ്ട് നായകളുടെ തെരുവുനായ്ക്കളുടെ ശല്യം വളരെയധികം കൂടിയിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്താകെ വളരെ വലിയ തോതിൽ ഗുരുതരമായി കുഞ്ഞുങ്ങളെ അടക്കം പട്ടികടിക്കുകയും അതിനുശേഷം വാക്സിൻ എടുത്തിട്ട് പോലും പേയിളയുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് അടിമാലി ടൗണിൽ പട്ടികളുടെ ജാഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെൻറ് സ്വീകരിക്കണം. അടിമാലി ഗ്രാമപഞ്ചായത്ത് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇപ്പം ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം വന്ധീകരിക്കലും അല്ലെങ്കിൽ ഇതിനെല്ലാം പിടിച്ച് ഷെൽട്ടറിലാക്കലും എല്ലാമാണ് നടപടികൾ. ടൗണിൽ രാത്രികാലത്ത് കൂട്ടമായി നടക്കുന്ന തെരുവുനായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനട യാത്രികർക്ക് നേരെ കുരച്ചു ചാടുന്നതുമൊക്കെ പതിവാവുകയാണ്. മാർക്കറ്റ് ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡ് പരിസരത്തുമെല്ലാം തെരുവുനായ്ക്കൾ സ്വൈര്യവിഹാരം നടത്തുന്നുണ്ട്. കൂട്ടമായി നടക്കുന്ന നായ്ക്കളെ തുരത്തിയോടിക്കാൻ ശ്രമിച്ചാൽ അവ കൂടുതൽ അപകടകാരികളായി ആക്രമിക്കാൻ ശ്രമിക്കുന്ന പ്രവണത ഉണ്ടാകുന്നു. നായ്ക്കൾ പെറ്റുപെരുകിയതോടെ രാത്രികാലത്തും പുലർച്ചെയും അടിമാലി ടൗണിലെത്തുന്നവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. ഭാരതാംബ വിവാദം CPMന്റെ തട്ടിപ്പെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. RSS ഗവർണർമാർക്ക് ചായ സൽക്കാരം നടത്തിയത് മുഖ്യമന്ത്രിയാണ്. എന്തിനാണ് RSS ഗവർണർക്ക് CPM ഇത്ര പ്രാധാന്യം നൽകുന്നതെന്ന് വ്യക്തമാക്കണം. കുടുംബത്തെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തൊടുപുഴയിൽ പറഞ്ഞു. ഗവർണർമാർക്ക് RSS ഗവർണർമാർക്ക് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വേറെ ഉണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിരന്തരമായി സ്റ്റേറ്റ് വേഴ്സസ് ഗവർണർ ഫൈറ്റ് നടക്കുകയാണ്. എപ്പോഴെങ്കിലും മുഖ്യമന്ത്രി കോംപ്രമൈസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കർണാടകയിൽ സിദ്ധരാമയ്യ നിരന്തരമായി ഫൈറ്റിലാണ്. എപ്പോഴെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി തെലങ്കാനയിൽ, ആന്ധ്രയിൽ, ഏത് സ്റ്റേറ്റിലാണ് RSSന്റെ ഗവർണറോട് സമരസപ്പെടുന്നത്? ഏക സ്റ്റേറ്റ് കേരളമാണ്. അതാണ് പറഞ്ഞത്, കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഹോമിച്ചുകൊണ്ട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി നിൽക്കരുത്. അതിനോട് ഈ നാടൊന്നിച്ച് നിൽക്കില്ല. ഇനി ചെറിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. മുപ്പത്തെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്,
ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തയിലേക്ക്. ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും പോക്സോ അടിസ്ഥാന നിയമ പുസ്തകം വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം. ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ അതോറിറ്റി ചെയർമാനുമായ ശശികുമാർ PS പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പോക്സോ നിയമത്തെക്കുറിച്ച് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നതെന്നും അധ്യാപകരും കുട്ടികളും പുസ്തകം പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സേഫ് ചൈൽഡ് പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, വിദ്യാഭ്യാസ വകുപ്പും വനിതാ ശിശു വികസന വകുപ്പും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിനായി 2012 പോക്സോ നിയമം പാസാക്കിയത്. പോക്സോ നിയമത്തെക്കുറിച്ച് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് നിയമപുസ്തകം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ അതോറിറ്റി ചെയർമാനുമായ ശശികുമാർ PS പറഞ്ഞു. കുട്ടികളെ ലൈംഗിക അതിക്രമത്തിൽ നിന്നും രക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി പാർലമെന്റ് പാസാക്കിയ ആ നിയമം പ്രാബല്യത്തിൽ വന്നിട്ട് ഇപ്പോൾ 13 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അതും ടീനേജ് കാലഘട്ടമായി ആ നിയമം. പോക്സോ പ്രത്യേക കോടതി ജില്ലാ ജഡ്ജി ആഷ്കെ ബാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ ജയശീലൻ പോൾ, DEO ഷീബ മുഹമ്മദിന് പോക്സോ നിയമ പുസ്തകം കൈമാറി. യോഗത്തിൽ തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സിന്ധു തങ്കം, ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് SS സനീഷ്, പോക്സോ കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് PV വാഹിദ, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി NNCG, വില്ലേജ് ഇന്റർനാഷണൽ സ്കൂൾ മാനേജർ RK ദാസ്, സ്കൂൾ പ്രിൻസിപ്പൽ സജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, ഇടുക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച CITUവിന്റെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിലെ കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രതിഷേധക്കാരുമായി ഉന്തും തള്ളുമുണ്ടായി. CPM ജില്ലാ കമ്മിറ്റി അംഗം TK ഷാജി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. അടിമാലി ടൗണിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുക, അടിമാലി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു ചേർക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു CITUവിന്റെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിലെ കവാടത്തിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും പ്രതിഷേധക്കാരുമായി ഉന്തും തള്ളുമുണ്ടായി. CPM ജില്ലാ കമ്മിറ്റി അംഗം TK ഷാജി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഈ സമരം അടിമാലി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിക്കണമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പ്രധാനമായും ഈ സമരത്തിന്റെ ആധാരമായ മുദ്രാവാക്യം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം അടിമാലി അടക്കം വരുന്ന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന 21 വാർഡും അടിമാലി മേഖലയടക്കം വികസന മുരടിപ്പിന്റെ ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളത് പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയപ്പെടുത്തുന്നതിനും ഇതിനൊരു അവസാനം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്
CIT ഈ തരത്തിലൊരു സമരം സംഘടിപ്പിച്ചത്. സ്വാഭാവികമായും സമരം ഇവിടെ കടന്നു വരുമ്പോൾ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി PK ബഷീർ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി ചാണ്ടി P അലക്സാണ്ടർ, CD ഷാജി, CS സുധീഷ്, പ്രതീഷ് ജോൺ, ചന്ദ്രൻ, രാജു, അനിൽ AK, KG തങ്കച്ചൻ, KV ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നാടിന്റെ വികസനം UDF ഭരണസമിതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. സിറ്റി വിഷൻ, അടിമാലി. ഇനി ആനക്കളിയുടെ ഇരകൾ. കാട്ടാനാക്രമണത്തിനെതിരെ പ്രതിഷേധവുമായി CPIM. ഉപ്പുതറ കാക്കത്തോട്ടിൽ കാട്ടാന ശല്യം നിത്യസംഭവമായിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് CPIM നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാട്ടാനശല്യം രൂക്ഷമായ കാക്കത്തോടടക്കമുള്ള മേഖലകളിൽ ഫെൻസിംഗ് സംവിധാനം ഉടൻ പ്രവർത്തനക്ഷമമാക്കുക, പ്രാദേശിക അടിസ്ഥാനത്തിൽ വാച്ചർമാരെ നിയോഗിക്കുക, RRT സംഘത്തിന്റെ നിരീക്ഷണം ശക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത്. കാക്കത്തോട്ടിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPIM ഏലപ്പാറ ഏരിയ സെക്രട്ടറി MD സജി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കൂപ്പിലേക്ക് വെട്ടിയിരിക്കുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ കാട്ടാന കടന്നു വന്നിട്ടുള്ളത്. ചെറിയൊരു പ്രദേശത്തു കൂടിയാണ്. കൂപ്പുവെട്ടിന്റെ ഭാഗമായി അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും താൽക്കാലിക ജീവനക്കാരും ഗാർഡുമാരും എല്ലാം ഉണ്ട്. ആ ഒരു ആനത്താരയിലൂടെ ആന കടന്നു വരുന്നു എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി പ്രതിഷേധം ശക്തമായതോടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ R ബിനോജ് എത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ഡ്രോൺ നിരീക്ഷണം നടത്തി ആനയെ ഉൾവനത്തിലേക്ക് കടത്താനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനും RRT സംഘത്തിന്റെ പ്രവർത്തനം കാക്കത്തോട്, കൂപ്പുപാറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഫെൻസിംഗ് സംവിധാനം ഉടൻ പൂർത്തീകരിക്കുമെന്നും പ്രാദേശികമായി താൽക്കാലിക വാച്ചർമാരെ നിയമിക്കുവാൻ ശുപാർശ നടത്തുമെന്നും നൽകിയ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. അഡ്വക്കേറ്റ് ബിജു ചെമ്പുളാവൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ സെക്രട്ടറിമാരായ K കലേഷ് കുമാർ, MU സതീശൻ, കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് ലാൽ എബ്രഹാം, ഷീല രാജൻ, EV ജോസഫ്, ഷിജോ ഫിലിപ്പ്, MA സുനിൽ, G ഷാജി എന്നിവർ പ്രസംഗിച്ചു. സിജോ TK, ക്രിസ്റ്റി വിജേഷ്, വിജയൻ, സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, ഉപ്പുതറ. രവീന്ദ്രൻ പട്ടയ നടപടികൾക്കായി സ്ഥാപിച്ച സ്പെഷ്യൽ ഓഫീസ് പ്രവർത്തനം അവതാളത്തിലെന്ന ആരോപണം. തുടർ പ്രവർത്തനാനുമതിയില്ലാത്തതിനാൽ 2 മാസമായി ജീവനക്കാർ ശമ്പളവും നൽകിയിട്ടില്ലെന്ന് ആരോപിച്ച് NGO അസോസിയേഷൻ നേതൃത്വത്തിൽ ദേവികുളം താലൂക്ക് ഓഫീസിന് മുമ്പിൽ ധർണാ സമരം നടത്തി. ദേവികുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ റദ്ദു ചെയ്ത രവീന്ദ്രൻ പട്ടയങ്ങൾ പരിശോധന നടത്തി അർഹതപ്പെട്ടവർക്ക് പട്ടയം നൽകുന്നതിനായിട്ടാണ് സ്പെഷ്യൽ ഓഫീസ് അനുവദിച്ചത്. എന്നാൽ 1 വർഷം മാത്രമായിരുന്ന സ്പെഷ്യൽ ഓഫീസിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുമതി നൽകിയിട്ടില്ല. ഇതോടെ ഓഫീസിന്റെ പ്രവർത്തനം നിലച്ചു. മാത്രവുമല്ല, രവീന്ദ്രൻ പട്ടയങ്ങളുടെ നടപടികളും പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ്. ഓഫീസിന് തുടർ അനുമതി ലഭിക്കാത്തതിനാൽ നിയമിച്ചിരുന്ന ജീവനക്കാർക്ക് കഴിഞ്ഞ 2 മാസമായി ശമ്പളവുമില്ലാത്ത അവസ്ഥയാണ്. ഇതോടെയാണ് പ്രതിഷേധവുമായി NGO അസോസിയേഷൻ രംഗത്തെത്തിയത്. ദേവികുളം താലൂക്ക് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ നാട്ടിലെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ മാത്രമല്ല, ഈ നാട്ടിലെ സമസ്ത മേഖലയും അഴിമതിയിലും അതോടൊപ്പം തന്നെ തൂർത്തിലും നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയെ പുറത്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. നമുക്കറിയാം, ഓഫീസ് അനുവദിക്കാത്തതിനാൽ നിലവിൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് തഹസിൽദാരുടെ ഔദ്യോഗിക വസതിയിലാണ്. 11 പേർ വേണ്ട ഓഫീസിൽ ആകെയുള്ളത് 6 പേർ മാത്രം. ഇതിൽ 4 പേർ വർക്ക് അറേഞ്ച്മെന്റിൽ എത്തിയവരാണെന്നും റദ്ദ് ചെയ്ത പട്ടയ ഫയലുകൾ പോലും ഈ ഓഫീസിന് കൈമാറിയിട്ടില്ലെന്നും S വിജയകുമാർ കുറ്റപ്പെടുത്തി. വിഷയത്തിൽ കോൺഗ്രസ് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും വിജയകുമാർ മുന്നറിയിപ്പ് നൽകി.
രാജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സമിതി അംഗം റോയി PJ മുഖ്യപ്രഭാഷണം നടത്തി. ജാസിഫ് P, പോൾമണി, സാബു ജോസഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. അറ്റകുറ്റപ്പണികൾക്കായി അടച്ച അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പൊതുശ്മശാനം വീണ്ടും പ്രവർത്തന സജ്ജമായി. ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവിധ പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികളിലൂടെ പരിഹരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം തുറക്കുന്നത് വൈകിയത് വ്യാപക പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കോമ്പൻപാറയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചത്. 1 മാസത്തിനുള്ളിൽ പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും തുറന്നു നൽകുമെന്നായിരുന്നു പഞ്ചായത്ത് അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ പണികൾ നീണ്ടതോടെ ശ്മശാനം തുറക്കുന്നതും വൈകി. ഇതിനെതിരെ പ്രതിഷേധം രൂപം കൊണ്ടു. പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നതിനിടയിലാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് ശ്മശാനം വീണ്ടും പ്രവർത്തന സജ്ജമാക്കിയത്. ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിവിധ പ്രശ്നങ്ങൾ അറ്റകുറ്റപ്പണികളിലൂടെ പരിഹരിച്ചതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അടിമാലി ഗ്രാമപഞ്ചായത്ത് ശ്മശാനമായ ക്രിമിറ്റോറിയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടച്ചിട്ടുകൊണ്ടുള്ള മെയിൻ്റനൻസ് വർക്കുകൾ നടന്നു വരികയായിരുന്നു. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ മുഖേനയാണ് പഞ്ചായത്ത് അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തീകരിച്ചത്. ഏകദേശം 30 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഇതിൻ്റെ ബ്ലോവർ ഉൾപ്പെടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് ചിമ്മിനി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനായത്. ഈ തൊട്ടടുത്തുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അത് മറ്റ് പഞ്ചായത്തുകൾക്കൊക്കെ സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കുന്നുള്ള സാഹചര്യം ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി അറിയിക്കുകയാണ്. 28 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുള്ളത്. കോട്ടയം ആസ്ഥാനമായുള്ള കമ്പനിയാണ് നവീകരണ ജോലികൾ നടത്തിയത്. അടിമാലിയിൽ നിന്നു മാത്രമല്ല, അടിമാലിയുടെ സമീപ മേഖലകളിൽ നിന്നും സ്വന്തമായി വീടും ഭൂമിയും ഇല്ലാത്തവരും അങ്ങേയറ്റം നിർധനരായവരുമൊക്കെ ഉറ്റവർ മരിച്ചാൽ കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യോഗയെ നെഞ്ചിലേറ്റി ലോകം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ വിപുലമായ പരിപാടികൾ. ഇടമലക്കുടിയിലെ കുരുന്നുകൾ ആദ്യമായി യോഗാ പരിശീലനം നടത്തി. പഠനത്തോടൊപ്പം യോഗാ പരിശീലനവും തുടരുമെന്ന അധ്യാപകർ. സർക്കാർ സ്കൂളുകളിൽ മികച്ച ഭൗതിക സൗകര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ഒരുക്കുന്നതെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇന്ത്യയിലെ 100 മികച്ച കോളേജുകളിൽ 16 എണ്ണം കേരളത്തിലെന്നും മന്ത്രി. അഴിമതി ആരോപണത്തെ തുടർന്ന് ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബനേഷ് ഖാനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ പരാതിയിലാണ് നടപടി. അടിമാലി ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷം. ടൗണിലെ സെന്റർ ജംഗ്ഷനിൽ രാത്രികാലത്ത് കൂട്ടമായി നടക്കുന്ന തെരുവു നായ്ക്കൾ വാഹനയാത്രികർക്കും കാൽനട യാത്രികർക്കും ഭീഷണിയായി മാറുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. Since 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്.
ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇല ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.